പോകുന്നത് DLED ICT പ്രാക്ടിക്കൽ എക്സാമിന് ലിബ്രിയോഫീസ് കാൽക്കിൽ നിന്നും വരാവുന്ന മറ്റു ചില ചോദ്യങ്ങളാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഒരു സ്കൂളിലെ കലോത്സവത്തിന് വിവിധ ഇനങ്ങളിൽ പങ്കെടുക്കുന്നതിന് പേര് നൽകിയ കുട്ടികളുടെ എണ്ണം ഹോമിലെ DLED ഡോക്യുമെൻറ്റ്സ് എന്ന ഫോൾഡറിൽ festival.ods എന്ന ഫയലിലുണ്ട്. ഫയൽ തുറന്ന് ചുവടെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക. പുതിയ വരി അഥവാ റോ കൂട്ടിച്ചേർത്ത് പട്ടികക്ക് ആർട്സ് ഫെസ്റ്റിവൽ എന്ന തലക്കെട്ട് നൽകുക. തലക്കെട്ടിന് പശ്ചാത്തലമായി നീല നിറം നൽകുക. ഓരോ ഇനത്തിലും പങ്കെടുക്കുന്ന കുട്ടികളുടെ ആകെ എണ്ണം കണ്ടെത്തുക. ആകെ എണ്ണത്തിൻ്റെ അവരോഹണ ക്രമത്തിൽ അഥവാ ഡിസെൻഡിങ് ഓർഡറിൽ പട്ടിക ക്രമീകരിക്കുക. പൂർത്തിയാക്കിയ ഫയൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി ഹോമിലെ DLED പ്രൊഡക്ട്സ് എന്ന ഫോൾഡറിൽ സേവ് ചെയ്യുക. അപ്പോൾ ഈ ചോദ്യം ചെയ്യുന്നതിനായി നമുക്ക് ആദ്യം ഈ ചോദ്യം മിനിമൈസ് ചെയ്യാം. അതിനുശേഷം ആപ്ലിക്കേഷൻ, ഓഫീസ്, ലിബ്രിയോഫീസ് കാൽക്ക് എന്ന ക്രമത്തിൽ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് festival.ods എന്ന ഫയൽ DLED ഡോക്യുമെൻറ്റ്സ് ഫോൾഡറിൽ നിന്നും ഓപ്പൺ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിനായി നമ്മൾ ലിബ്രിയോഫീസ് കാൽക്കിൽ ഫയൽ മെനുവിൽ നിന്ന് ഓപ്പൺ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഹോം ഫോൾഡറിലെ DLED ഡോക്യുമെൻറ്റ്സ് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അതിൽ നിന്നും festival.ods എന്ന ഫയൽ നമ്മൾ സെലക്ട് ചെയ്ത് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഫെസ്റ്റിവൽ എന്ന ഫയൽ നമുക്ക് ഓപ്പൺ ചെയ്ത് ലഭിച്ചിട്ടുണ്ട്. ഇനി ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഒരു പുതിയ വരി അഥവാ റോ കൂട്ടിച്ചേർത്ത് പട്ടികക്ക് ആർട്സ് ഫെസ്റ്റിവൽ എന്ന് തലക്കെട്ട് നൽകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യത്തെ മുകൾ ഭാഗത്തായിട്ടാണ് നമുക്ക് റോ ഉൾപ്പെടുത്തേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യത്തെ റോ സെലക്ട് ചെയ്യുക. ആദ്യത്തെ റോയിലുള്ള ഏതെങ്കിലും ഒരു സെല്ല് സെലക്ട് ചെയ്യുക. അതിനുശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇൻസേർട്ട് മെനുവിൽ നിന്ന് എൻ്റെ റോ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കാം. അപ്പോൾ നമുക്ക് മുകൾ വശത്ത് ഒരു റോ ലഭ്യമാവും. അതല്ലെങ്കിൽ നമുക്ക് ഇതൊന്ന് എഡിറ്റിൽ അൺഡു ചെയ്ത് കളയാം. മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഷീറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നിന്നും ഇൻസേർട്ട് റോസ് അബവ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാലും നമുക്ക് റോ ലഭ്യമാവുന്നതാണ്. ഇനി റോയിൻ്റെ ഹൈറ്റ് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി റോ ഹെഡറിൻ്റെ ഭാഗത്തേക്ക് അഥവാ ഈ നമ്പറിൻ്റെ ഭാഗത്തേക്ക് വന്നിട്ട് ഇതിൻ്റെ ഡിവൈഡറിൽ അഥവാ 1, 2 ഇതിൻ്റെ ഇടയിലുള്ള ആ ഒരു വരയിൽ മൗസ് പോയിൻ്റർ എത്തിച്ചതിന് ശേഷം ഒന്ന് താഴേക്ക് ഡ്രാഗ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ആ സെല്ലിൻ്റെ അല്ലെങ്കിൽ ആ റോയുടെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 4 കോളവും സെലക്ട് ചെയ്ത് മെർജ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ 4 സെല്ലും നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഡ്രാഗ് ചെയ്ത് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി മെർജ് ആൻഡ് സെൻറ്റർ സെൽസ് എന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് മെർജ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ആർട്സ് ഫെസ്റ്റിവൽ എന്ന് ടൈപ്പ് ചെയ്യണം. അപ്പോൾ ഈ സെല്ല് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ ആർട്സ് ഫെസ്റ്റിവൽ എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ആർട്സ് ഫെസ്റ്റിവൽ എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഇത് ബോൾഡിലാണ് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ സെല്ല് സെലക്ട് ചെയ്ത് ബോൾഡ് ചെയ്യാം. അതുപോലെ ഇതിൻ്റെ ഫോണ്ട് സൈസ് നമുക്കൊരല്പം കൂട്ടാം. 14 ആക്കിയിട്ടുണ്ട്. ഇത് ചോദ്യത്തിൽ പറഞ്ഞിട്ടില്ല, നമ്മൾ വെറുതെ ഒന്ന് അതിൻ്റെ ഹെഡിങ് ആയതുകൊണ്ട് ചെയ്യുന്നു എന്ന് മാത്രം. ഇനി നമ്മൾ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തലക്കെട്ടിൻ്റെ പശ്ചാത്തലമായി നീല നിറം നൽകണം. അപ്പോൾ തലക്കെട്ട് അഥവാ ആർട്സ് ഫെസ്റ്റിവൽ എന്ന സെല്ല് നമ്മളൊന്ന് സെലക്ട് ചെയ്യുന്നു. ഓൾറെഡി സെലക്റ്റഡ് ആയിരുന്നു. നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്ത് വെച്ച് ക്ലിക്ക് ചെയ്ത് വീണ്ടും ഒന്ന് സെലക്ട് ചെയ്ത് കാണിക്കുകയാണ്. അതിനുശേഷം ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഐക്കണിൽ കേട്ടോ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് ബ്ലൂ, ഇവിടെ ഓരോ കളറിൻ്റെ മുകളിലും മൗസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കളറിൻ്റെ പേര് കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ ബ്ലൂ എന്ന കളറ് സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ തലക്കെട്ടിൻ്റെ സെല്ലിന് ബാക്ക്ഗ്രൗണ്ടായിട്ട് ബ്ലൂ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അടുത്തതായി നമുക്ക് ചെയ്യേണ്ടത് ഓരോ ഇനത്തിലും പങ്കെടുക്കുന്ന കുട്ടികളുടെ ആകെ എണ്ണം കണ്ടെത്തണം. അപ്പോൾ അതിനു വേണ്ടി ഇവിടെ ടോട്ടലാണ് നമുക്ക് കാണേണ്ടത്. ഇവിടെ ടോട്ടൽ കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ നമുക്ക് 2 നമ്പറാണ് ലഭ്യമായിട്ടുള്ളത്. ഇതിൻ്റെ ഇടയിൽ ടെക്സ്റ്റോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ബട്ടൺ ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മളിവിടെ ബട്ടൺ അറിയാതെ കൈ തട്ടിയിട്ടാണ് ഈ ഒരു സെല്ല് ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ അറിയാതെ ബട്ടണിൽ കൈ തട്ടിയതാണ്. അപ്പോൾ ഈ സെല്ലിനകത്തേക്ക് ഫംഗ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായി വീണ്ടും നമ്മൾ ഈ ബട്ടണിൽ ക്യാൻസൽ കൊടുക്കുന്നു. അപ്പോൾ നമ്മളെ ഡാറ്റ ആദ്യമുള്ളതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ടോട്ടൽ എന്ന് പറയുന്ന ഈ സെല്ലിനകത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ അതിൻ്റെ ഒരു ഇക്വേഷൻ വന്നതായിട്ട് കാണാം. = sum before
C4 എന്ന് പറയുന്ന ഒരു സെൽ അഡ്രസ്സോട് കൂടി അവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എൻ്റർ കീ പ്രസ് ചെയ്യാം. എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ടോട്ടലിൻ്റെ തുക കാണാൻ കഴിയും. ബാക്കിയുള്ള സെല്ലുകളിലേക്ക് ഇത് കാണുന്നതിന് വേണ്ടി ഓട്ടോ ഫിൽ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ബാക്കിയുള്ള സെല്ലുകൾ ഇതുപോലെ ഡ്രാഗ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാ സെല്ലുകളിലും നമുക്ക് ടോട്ടൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് സെൻറ്ററിലേക്ക് അലൈൻ ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഈ ടൂളിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് സെൻറ്ററിലേക്ക് അലൈൻ ചെയ്യാം. അതുപോലെ വെർട്ടിക്കൽ അലൈൻമെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി സെൻറ്റർ വെർട്ടിക്കലി എന്ന് പറയുന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. അതുപോലെ ഇതിൻ്റെ ഫോണ്ട് സൈസ് ഒരു 12 ആക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കതിൻ്റെ തുക അഥവാ ടോട്ടൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആകെ എണ്ണത്തിൻ്റെ അവരോഹണ ക്രമത്തിൽ അഥവാ ഡിസെൻഡിങ് ഓർഡറിൽ പട്ടിക ക്രമീകരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ മുഴുവൻ ടാബിളും സെലക്ട് ചെയ്യുകയാണ്. സെലക്ട് ചെയ്തതിന് ശേഷം ഡാറ്റ മെനുവിൽ നിന്ന് സോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുന്നു. ഇവിടെ കോളം ഡി ആണ് നമുക്ക് സോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോളം ഡി സെലക്ട് ചെയ്യുന്നു, ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ സെല്ലുകൾ മെർജ് ചെയ്തത് കൊണ്ട് നമ്മൾ ഹെഡിങ്ങിലൊക്കെ സെല്ലുകൾ മെർജ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇത് സോർട്ട് ചെയ്യാൻ കഴിയില്ല. അത്തരത്തിലുള്ള ഇൻഫർമേഷനാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ ഇനി സോർട്ട് ചെയ്യാൻ നമുക്ക് ഒരു ഐഡിയ എന്ന് പറയുന്നത് ഇവിടെ ഹെഡിങ്ങുകൾ നമുക്കൊന്ന് താൽക്കാലികമായി കട്ട് ചെയ്ത് ഒഴിവാക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ സെല്ലുകളിലെ മുഴുവൻ ഡാറ്റയും ഈ ഹെഡിങ് ഉൾപ്പെടുന്ന ഈ ഡാറ്റ നമ്മൾ സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കട്ട് കൊടുക്കുന്നു. ഓക്കെ, ഇനി ഈ ഡാറ്റ മാത്രം നമ്മൾ അടിയിലുള്ള ഈ ഡാറ്റ മാത്രം നമ്മൾ സെലക്ട് ചെയ്യാണ്. സെലക്ട് ചെയ്തതിന് ശേഷം ഡാറ്റ മെനുവിൽ നിന്ന് സോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുന്നു. സോർട്ടിൽ നമുക്ക് സോർട്ട് ചെയ്യേണ്ടത് കോളം ഡി ആണ്. അപ്പോൾ ഇവിടെ സോർട്ട് കീയിൽ നമ്മൾ കോളം ഡി എന്ന ഓപ്ഷൻ കൊടുക്കുന്നു. അതിനുശേഷം നമുക്ക് ഡിസെൻഡിങ് ഓർഡറിലാണ് ക്രമീകരിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചോദ്യത്തിൽ നമുക്ക് കാണാം ഡിസെൻഡിങ് ഓർഡറാണ്. അപ്പോൾ ഡിസെൻഡിങ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഈ വിൻഡോ ഒന്ന് നീക്കി വെച്ചതിന് ശേഷം നമ്മൾ ഓക്കെയിൽ ക്ലിക്ക് ചെയ്യുന്നു. നമുക്ക് ഡാറ്റ ഇവിടെ സോർട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഹെഡിങ് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയതാണ്. അപ്പോൾ ആദ്യത്തെ സെല്ലിലൊന്ന് ക്ലിക്ക് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമ്മൾ എന്ത് കൊടുക്കുന്നു, പേസ്റ്റ് കൊടുക്കുന്നു. അപ്പോൾ നമ്മളെ ടാബിൾ ഹെഡിങ്ങോടുകൂടി നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഇനി ഇത്രയാണ് നമ്മൾ ഈ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് സേവ് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി ഫയൽ മെനുവിൽ സേവ് ആസ് എന്ന ക്രമത്തിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ക്വസ്റ്റ്യൻ നമ്പർ, രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ക്വസ്റ്റ്യൻ നമ്പർ അണ്ടർസ്കോർ ഇടുന്ന മെത്തേഡ് നമ്മൾ പറഞ്ഞതാണ്. ഷിഫ്റ്റ് ആൽഫബറ്റിൻ്റെ മുകളിലുള്ള മൈനസ്. ഇവിടെ ക്വസ്റ്റ്യൻ 3 ആണ് എന്ന് നമ്മൾ കരുതുന്നു. അപ്പോൾ Q3 എന്ന് പേര് കൊടുക്കുന്നു. അതിനുശേഷം നമ്മളെ ഫോൾഡർ ആയിട്ടുള്ള ഹോം ഫോൾഡറിലെ DLED പ്രൊഡക്ട്സ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഡബിൾ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം സേവ് ചെയ്യുന്നു. ഇത്രയും ചെയ്ത് നമ്മൾ ഇതൊന്ന് മിനിമൈസ് ചെയ്ത് ഹോമിലെ DLED പ്രൊഡക്ട്സിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് നമ്മളിപ്പോൾ സേവ് ചെയ്ത ഫയൽ അവിടെ ലഭ്യമായിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഇനി നമുക്ക് LibreOffice കാൽക്കിൽ നിന്നുള്ള മറ്റൊരു ചോദ്യം ശ്രദ്ധിക്കാം. ആദ്യത്തെ നിശ്ചിത എണ്ണം ഒറ്റ സംഖ്യകളുടെ തുക കണ്ടെത്തുന്നതിനുള്ള പ്രവർത്തനം ഹോം ഫോൾഡറിലെ DLED ഡോക്യുമെൻറ്റ്സ് എന്ന ഫോൾഡറിൽ odd.ods എന്ന ഫയലിലുണ്ട്. ഫയൽ തുറന്ന് ചുവടെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക. 8ാമത്തെ നിരയിൽ ആദ്യത്തെ 8 ഒറ്റ സംഖ്യകൾ ഉൾപ്പെടുത്തുക. ഓരോ നിരയിലെയും ഒറ്റ സംഖ്യകളുടെ തുക കണ്ടെത്തുക. അവസാന വരിയിൽ ഒറ്റ സംഖ്യകളുടെ എണ്ണത്തിൻ്റെ വർഗം കണ്ടെത്തുക. 9ാമത്തെ വരിയിലുള്ള നിഗമനം ബോൾഡാക്കി മധ്യഭാഗത്ത് ക്രമീകരിക്കുക. പൂർത്തിയാക്കിയ ഫയൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി ഹോം ഫോൾഡറിലെ DLED പ്രൊഡക്ട്സ് എന്ന ഫോൾഡറിൽ സേവ് ചെയ്യുക. അപ്പോൾ ചോദ്യം നമുക്കൊന്ന് മിനിമൈസ് ചെയ്യാം. ഈ ചോദ്യം ചെയ്യാനായി ആപ്ലിക്കേഷൻ, ഓഫീസ്, LibreOffice കാൽക്ക് എന്ന ക്രമത്തിൽ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം. അതിനുശേഷം ഫയൽ മെനുവിലെ ഓപ്പണിൽ ക്ലിക്ക് ചെയ്ത് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഹോം ഫോൾഡറിലെ DLED ഡോക്യുമെൻറ്റ്സിലെ odd.ods എന്ന് പറയുന്ന ഫയൽ ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ odd.odsൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അതല്ലെങ്കിൽ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഒന്നാമതായി നമുക്ക് ചെയ്യേണ്ടത് 8ാമത്തെ നിരയിൽ ആദ്യത്തെ 8 ഒറ്റ സംഖ്യകൾ ഉൾപ്പെടുത്തണം. അപ്പോൾ ഇവിടെ ഓരോ വരിയിലും നമുക്കറിയാം ഒറ്റ സംഖ്യകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി ആദ്യം നമുക്ക് 1ാമത്തെ ഒറ്റ സംഖ്യയായിട്ടുള്ള 1 ഇവിടെ ടൈപ്പ് ചെയ്യാം. അതുപോലെ തന്നെ 2ാമത്തെ ഒറ്റ സംഖ്യയായിട്ടുള്ള 3 നമ്മൾ ടൈപ്പ് ചെയ്യുന്നു.
ഇനി നമ്മൾ പുറത്ത് ഏതെങ്കിലും ഒരു സെല്ലിൽ വെച്ച് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഈ 1, 3 വരുന്ന ഈ 2 സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു, ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുന്നു. ഇനി നമുക്ക് ബാക്കിയുള്ള സംഖ്യകൾ ലഭിക്കുന്നതിനായി ഓട്ടോഫിൽ ടൂൾ ഉപയോഗിച്ച്, അഥവാ ഇതിൻ്റെ താഴത്തെ കോർണറിൽ വരുന്ന ഡോട്ടിൽ നമ്മൾ മൗസ് പോയിൻ്റർ എത്തിച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു പ്ലസ് ഐക്കണായിട്ട് മാറും. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ബാക്കിയുള്ള സെല്ലുകളിലേക്ക് ഡ്രാഗ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് മുഴുവൻ സംഖ്യകളും ഇവിടെ ലഭ്യമായിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഓരോ നിരയിലെയും ഒറ്റ സംഖ്യകളുടെ തുക കണ്ടെത്തുക. അപ്പോൾ ഇവിടെ തുക കണ്ടെത്തുന്നതിന് നമുക്ക് ഈസിയാണ്, കാരണം ഈ തുകയുടെ ഇടയിലൊന്നും നമുക്ക് ടെക്സ്റ്റ് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സം കാണേണ്ട ഈ സെല്ല് സെലക്ട് ചെയ്ത് സം ബട്ടൺ ഉപയോഗിക്കാം. ഇതാണ് സിഗ്മ ബട്ടൺ അല്ലെങ്കിൽ സം ഫംഗ്ഷൻ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ അവിടെ വരുന്നത് അതിൻ്റെ സമവാക്യമാണ്. ആ സെൽ അഡ്രസ്സോട് കൂടിയിട്ടുള്ള സമവാക്യം നമുക്ക് ലഭ്യമാവുന്നുണ്ട്. ഇനി നമ്മൾ വേറെ എവിടെയും ക്ലിക്ക് ചെയ്യുകയോ ബട്ടൺ അമർത്തുകയോ ചെയ്യാതെ എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് അതിൻ്റെ സമ്മ് ലഭ്യമായിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് ലഭ്യമാവാൻ നമ്മൾ ഓട്ടോഫിൽ ഉപയോഗിച്ച് ഇതിൻ്റെ താഴെയുള്ള ഈ ഡോട്ടിൽ വെച്ച് താഴേക്ക് ഡ്രാഗ് ചെയ്യുകയാണ്. നമുക്ക് എല്ലാ തുകയും ഇവിടെ ലഭിച്ചിട്ടുണ്ട്. അടുത്തതായി നമ്മളോട് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അവസാന വരിയിൽ ഒറ്റ സംഖ്യകളുടെ എണ്ണത്തിൻ്റെ വർഗ്ഗം കണ്ടെത്താനാണ്. അപ്പോൾ വർഗ്ഗം കണ്ടെത്തുന്നതിനുള്ള ഇക്വേഷൻ അഥവാ സമവാക്യം നമുക്കിവിടെ ലഭ്യമായിട്ടുണ്ട്, n². അപ്പോൾ അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് n × n ഇവിടെ 2 ആണ്. അപ്പോൾ 2 × 2 എന്ന് വരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കവിടെ 2 × 2 അല്ല, സെൽ അഡ്രസ്സാണ് വരിക. അപ്പോൾ നമ്മൾ ഈ കോളം അഥവാ ഈ സെല്ല് നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഈക്വൽ ടു നമ്മൾ ടൈപ്പ് ചെയ്യുന്നു, അതല്ലെങ്കിൽ ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഈക്വൽ ടു കീബോർഡ് വഴി നമ്മൾ ടൈപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ ഈ 2 വരുന്ന ബോക്സ് അതിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് K3 ആണ്. K3 × K3 എന്നാണ് നമുക്ക് എഴുതേണ്ടത്. അപ്പോൾ അവിടെ ഇൻറ്റു മാർക്കിന് പകരം നമ്മൾ ഇവിടെ കമ്പ്യൂട്ടറിൽ സ്റ്റാർ ആണ് ഉപയോഗിക്കുന്നത്. സ്റ്റാർ നമ്മൾ കീബോർഡ് വഴി ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും 2 വരുന്ന ഈ ബോക്സിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ സമവാക്യം നമുക്ക് ലഭ്യമായിട്ടുണ്ട്, ഈക്വൽ ടു K3 × K3. ഇനി നമ്മൾ വേറെ എവിടെയും ക്ലിക്ക് ചെയ്യുകയോ പ്രസ് ചെയ്യുകയോ ചെയ്യാതെ എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. നമുക്കതിൻ്റെ വർഗ്ഗം ലഭ്യമായിട്ടുണ്ട്. നമ്മൾ നേരത്തെ തുക കണ്ടതുപോലെ തന്നെ ഇവിടെ ഓട്ടോഫിൽ ടൂൾ ഉപയോഗിച്ച് ബാക്കി എല്ലാ സെല്ലിലേക്കും ഇതിൻ്റെ വർഗ്ഗം നമ്മൾ കാണുന്നു. എല്ലാ വർഗ്ഗവും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി അടുത്തതായി പറഞ്ഞിരിക്കുന്നത് 9ാമത്തെ വരിയിലുള്ള നിഗമനം ബോൾഡാക്കി മധ്യഭാഗത്ത് ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതാണ് 9ാമത്തെ വരിയിൽ തന്നിരിക്കുന്നത്, സം ഓഫ് ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സ് ഇൻ n². ഇത് നമുക്ക് ബോൾഡ് ചെയ്യണം. അപ്പോൾ ഈ സെല്ല് നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഈ സെല്ലിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അതിനുശേഷം ബോൾഡ് ചെയ്യുക. ഈ ബോൾഡ് ഐക്കണിൽ വന്ന് നമ്മൾ ബോൾഡ് ചെയ്യുന്നു. ഇറ്റാലിക് അണ്ടർലൈനൊക്കെ അവിടെ ലഭ്യമാണ്. നമുക്ക് ഓരോന്ന് പറയുന്നതിനനുസരിച്ച് ചോദ്യത്തിൽ ബോൾഡ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ബോൾഡ് ചെയ്തിട്ടുണ്ട്. ഇനി സെൻറ്ററിലേക്ക് മാറ്റണം. അതിന് അലൈൻ സെൻറ്റർ ഈ ഐക്കൺ നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ചോദ്യത്തിൽ ചെയ്യാനുള്ളത്. ഇനി നമുക്ക് രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ ഫയൽ നാമമായി DLED പ്രൊഡക്ട്സിലേക്ക് സേവ് ചെയ്യണം. അപ്പോൾ ഫയൽ മെനുവിൽ നിന്ന് നമ്മൾ സേവ് ആസ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുന്നു. ഇവിടെ പേരായിട്ട് നമ്മൾ രജിസ്റ്റർ നമ്പർ _ ക്വസ്റ്റ്യൻ നമ്പർ Q3 എന്ന് നമ്മൾ കൊടുക്കുന്നു. അതിനുശേഷം ഹോം ഫോൾഡറിലെ DLED പ്രൊഡക്ട്സ് നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ സേവ് ഇൻ ഫോൾഡറിൻ്റെ ഭാഗത്ത് DLED പ്രൊഡക്ട്സ് തന്നെ അല്ലേ വന്നിരിക്കുന്നത് എന്നുള്ളതൊന്ന് ഉറപ്പ് വരുത്തണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് വെരിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി അതിനുശേഷം സേവിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇത്രയാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് ഈ സേവ് ചെയ്ത ഫയൽ DLED പ്രൊഡക്ട്സിൽ ലഭ്യമായിട്ടുണ്ടോ എന്ന് അത് മിനിമൈസ് ചെയ്തതിന് ശേഷം ഹോം ഫോൾഡറിൽ DLED പ്രൊഡക്ട്സിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് ഫയൽ ലഭ്യമായിട്ടുണ്ട്, കാണാൻ സാധിക്കുന്നുണ്ട്. കാൽക്കിൽ നിന്നുള്ള മറ്റൊരു ചോദ്യം നമുക്ക് ശ്രദ്ധിക്കാം. ഒരു സ്കോളർഷിപ്പ് പരീക്ഷയുടെ 2 പേപ്പറുകൾക്ക് ലഭിച്ച സ്കോറുകൾ ഹോം ഫോൾഡറിലെ DLED ഡോക്യുമെൻറ്റ്സ് എന്ന ഫോൾഡറിൽ scholarship.ods എന്ന ഫയലിലുണ്ട്. ഫയൽ തുറന്ന് ചുവടെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക. ഓരോ കുട്ടിയുടെയും ആകെ സ്കോറും സ്കോറിൻ്റെ ശതമാനവും കണ്ടെത്തുക. സ്കോറിൻ്റെ ശതമാനം 60ഉം അതിന് മുകളിലുമാണെങ്കിൽ സ്കോളർഷിപ്പ് ലഭിക്കും. തന്നിട്ടുള്ള ലുക്കപ്പ് ചാർട്ടിൻ്റെ സഹായത്താൽ ഓരോ കുട്ടിയുടെയും സ്കോളർഷിപ്പിനുള്ള അർഹത കണ്ടെത്തി അഥവാ എലിജിബിലിറ്റി എന്ന തലക്കെട്ടുള്ള നിരയിൽ കോളം രേഖപ്പെടുത്തുക. സ്കോളർഷിപ്പിന് അർഹരായ കുട്ടികൾ ആദ്യം വരുന്ന രീതിയിൽ പട്ടിക ക്രമീകരിക്കുക. പൂർത്തിയാക്കിയ ഫയൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി ഹോമിലെ DLED പ്രൊഡക്ട്സിൽ സേവ് ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ചോദ്യം നമുക്ക് മിനിമൈസ് ചെയ്യാം. അതിനുശേഷം ആപ്ലിക്കേഷൻ, ഓഫീസ്, ലിബ്രെഓഫീസ് കാൽക്ക് എന്ന ക്രമത്തിൽ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുന്നു. ഫയൽ മെനുവിലെ ഓപ്പൺ എന്ന് പറയുന്ന ഓപ്ഷനിലൂടെ നമ്മൾ
ഹോം ഫോൾഡറിനകത്ത് DLED ഡോക്യുമെൻറ്റ്സിൽ പോയി ഇവിടെ നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടത് scholarship.ods ആണ്. നമ്മൾ ആ ഫയൽ കണ്ടെത്തി ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, scholarship.ods എന്ന് പറയുന്ന ഫയൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഓരോന്നായി ചെയ്യാം. ഓരോ കുട്ടിയുടെയും ആകെ സ്കോറും സ്കോറിൻ്റെ ശതമാനവും കണ്ടെത്തണം. അപ്പോൾ ആകെ സ്കോർ നമുക്ക് ഈ ബോക്സിലാണ് കണ്ടെത്തേണ്ടത്. ഇവിടെ നമുക്ക് സം ബട്ടൺ അഥവാ സം ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. ഇവിടെ രജിസ്റ്റർ നമ്പർ കൂടി കയറി വരുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ A4 മുതൽ C4 വരെയുള്ള മുഴുവൻ കോളത്തിലെയും സമ്മ് നമുക്കിവിടെ കാണുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ സമ്മിന് A4 എന്നതിന് പകരം നമുക്കിവിടെ B4 എന്നാക്കാം. നമ്മളെ പേപ്പർ 1 വരുന്നത് B4, ഈ 28 എന്ന് പറയുന്ന മാർക്ക് വരുന്നത് B4ലാണ്, ക്യാപിറ്റൽ ലെറ്ററിലാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ അതിനുശേഷം നമ്മൾ എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. നമുക്ക് 57 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി മറ്റൊരു രീതി എന്ന് പറയുന്നത് ഈക്വൽ ടു നമ്മൾ എൻ്റർ ചെയ്തതിന് ശേഷം പേപ്പർ 1ൻ്റെ ബോക്സ് അഥവാ B4ൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. കീബോർഡിലെ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നു. അതുപോലെ C4 പേപ്പർ സെക്കൻഡിൻ്റെ മാർക്ക് വരുന്ന C4ൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. ഇങ്ങനെ രണ്ട് മെത്തേഡിലും നമുക്ക് സമ്മ് കാണാം. അപ്പോൾ ഏതെങ്കിലും ഒരു മെത്തേഡിലൂടെ നമ്മൾ സമ്മ് കണ്ടതിന് ശേഷം ഓട്ടോ ഫിൽ ടൂൾ അഥവാ സെല്ലിൻ്റെ താഴ്ഭാഗത്തുള്ള കോർണറിൽ വെച്ചതിന് ശേഷം താഴോട്ടുള്ള സെല്ലുകളിലേക്ക് നമ്മൾ ഡ്രാഗ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ എല്ലാ സെല്ലുകളിലും നമുക്ക് ടോട്ടൽ ലഭിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പെർസെൻറ്റേജ് ആണ് കാണേണ്ടത്. പെർസെൻറ്റേജ് കാണുന്നതിനുള്ള സമവാക്യം നമുക്കറിയാം. കിട്ടിയ തുക ബൈ ആകെ തുക ഇൻറ്റു 100 ആണ്. അപ്പോൾ നമ്മൾ കാണേണ്ട സെല്ല് ഇതാണ്. അവിടെ വെച്ച് നമ്മൾ ആ സെല്ല് സെലക്ട് ചെയ്യുന്നു അഥവാ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഈക്വൽ ടു നമ്മൾ കീബോർഡ് വഴി ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ കിട്ടിയ സംഖ്യ ആകെ തുക കിട്ടിയത് 57 ആണ്. ആ സെല്ല് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. നമുക്ക് D4 എന്നവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഹരിക്കാനുള്ള അഥവാ ഡിവൈഡ് ചെയ്യാനുള്ള ചിഹ്നം സ്ലാഷ് ആണ്. സ്ലാഷ് നമ്മൾ കീബോർഡ് വഴി ടൈപ്പ് ചെയ്യുന്നു. ഇനി നമുക്ക് ചോദ്യത്തിൽ ഇവിടെ കാണാം ആകെ തുക എന്ന് പറയുന്നത് 80 ആണ്. നമ്മൾ 80 എന്നവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇൻറ്റു മാർക്കിന് പകരം നമ്മളിവിടെ ഉപയോഗിക്കുന്നത് സ്റ്റാർ ആണ്. അപ്പോൾ നമ്മൾ സ്റ്റാർ കീബോർഡ് വഴി ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം 100 അഥവാ 100 എന്ന് നമ്മൾ കീബോർഡിലൂടെ ടൈപ്പ് ചെയ്യുന്നു. ഇത് ചെയ്തതിന് ശേഷം നമ്മൾ എവിടെയും ക്ലിക്ക് ചെയ്യുകയോ ടൈപ്പ് ചെയ്യുകയോ ചെയ്യാതെ എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. നമുക്കിപ്പോൾ പെർസെൻറ്റേജ് ലഭ്യമായിട്ടുണ്ട്. ഇനി നമുക്ക് കിട്ടിയ സെല്ലിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓട്ടോ ഫില്ല് ചെയ്യുന്നതിന് വേണ്ടി താഴത്തെ കോർണറിൽ ക്ലിക്ക് ചെയ്ത് പിടിച്ച് നമ്മൾ ഐക്കൺ അഥവാ നമ്മളെ കഴ്സർ മാറുന്നത് ശ്രദ്ധിക്കണം. പ്ലസ് ഐക്കൺ ആയി കഴിഞ്ഞാൽ മാത്രമേ ഡ്രാഗ് ചെയ്യാവൂ. അപ്പോൾ ഇവിടെ പെർസെൻറ്റേജ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായി ചെയ്യേണ്ടത് ലുക്കപ്പ് ചാർട്ട് ഉപയോഗിച്ച് എലിജിബിലിറ്റി കാണേണ്ടതുണ്ട്. ഇവിടെ 60% മുകളിലുള്ളവരെ മാത്രമാണ് സ്കോളർഷിപ്പ് ലഭിക്കുക. അവരെ നമുക്ക് കണ്ടെത്തണം. എലിജിബിലിറ്റി ലുക്കപ്പ് ചാർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യണം. അതിനുശേഷം നമുക്ക് അർഹരായ കുട്ടികൾ ആദ്യം വരുന്ന രീതിയിൽ പട്ടികയെ ക്രമീകരിക്കണം. അപ്പോൾ ഇത് ചെയ്യുന്നതിന് വേണ്ടി ലുക്കപ്പ് ഫംഗ്ഷനാണ് നമ്മൾ ചെയ്യേണ്ടത്. ലുക്കപ്പ് ഫംഗ്ഷൻ ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു ഡിഫൈൻ റേഞ്ച് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ അതിൻ്റെ ക്രൈറ്റീരിയ തന്നിട്ടുണ്ട്. ലുക്കപ്പ് ചാർട്ട് തന്നിട്ടുണ്ട്. 0 മുതൽ 60 വരെ അഥവാ 60-ന് മുകളിൽ എന്ന് പറയുമ്പോൾ 0 മുതൽ 60 വരെ നോട്ട് എലിജിബിൾ ആണ്. അതുപോലെ 60-ന് മുകളിൽ വരേണ്ടത് എലിജിബിൾ ആണ്. നമ്മളിവിടെ വാല്യൂവും അതേപോലെ തന്നെ ഇതിൻ്റെ റിസൾട്ട് വരേണ്ടതും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ലുക്കപ്പ് ചാർട്ടായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ 4 സെല്ലിലുള്ള ഡാറ്റ മാത്രമാണ് നമുക്ക് ഡിഫൈൻ റേഞ്ച് ചെയ്യുന്നതിന് ആവശ്യമായി വരുന്നത്. അപ്പോൾ ഈ 4 സെല്ലും നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. 4 സെല്ലുകൾ മാത്രം, ഈ 0, 60 ഈ വാല്യൂസ് വരുന്ന സെല്ലുകൾ മാത്രം. അതിനുശേഷം ഡാറ്റയിൽ ഡിഫൈൻ റേഞ്ച് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഇതിൽ നമ്മൾ ഓർത്ത് വെക്കാൻ പറ്റുന്നൊരു പേരാണ് കൊടുക്കേണ്ടത്. എലിജിബിലിറ്റി ആയതുകൊണ്ട് നമ്മളിപ്പോൾ E എന്നുള്ള ലെറ്ററാണ് കൊടുക്കുന്നത്. സ്മോൾ ലെറ്റർ E കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം OK കൊടുക്കുന്നു. നമുക്ക് പേര് എന്തും കൊടുക്കാം, നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാം. ഇവിടെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഇവിടെയാണ് കാണേണ്ടത്. അപ്പോൾ ആ സെല്ല് സെലക്ട് ചെയ്യുന്നു. ഇനി നമുക്ക് ഫംഗ്ഷൻ എടുക്കണം. ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഫംഗ്ഷൻ വിസാർഡ് FX എന്ന് പറയുന്ന ഈ ഐക്കണാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ലഭ്യമാവും. ഇതിൽ സെർച്ചിൽ നമ്മൾ അവിടെ ലുക്കപ്പിൻ്റെ 3 ലെറ്ററുകൾ ടൈപ്പ് ചെയ്യുമ്പോഴേക്കും നമുക്കിവിടെ ലുക്കപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കാണാൻ സാധിക്കും. ലുക്കപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ബട്ടൺ, ഇവിടെയാണ് നെക്സ്റ്റ് വരുന്നത്. നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആണ് ലഭ്യമാവുക. ഇതിൽ നമുക്ക് ആദ്യം ഇവിടെ പെർസെൻറ്റേജിൻ്റെ ബോക്സാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഈ കോളത്തിന് നേരെ വരുന്ന 71, 25. ഇത് നമുക്ക്
വലിയ വിൻഡോ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ശ്രിങ്ക് ചെയ്യാം. ഇവിടെ ഒരു പച്ച ബട്ടൺ കാണുന്നുണ്ടാവും, പച്ച കളറിലുള്ള. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വിൻഡോ ഇങ്ങനെ ശ്രിങ്ക് ചെയ്ത് വരും. നമുക്ക് ആ വാല്യൂടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഓൾറെഡി ആ വാല്യൂടെ കാണുന്നത് കൊണ്ട് ശ്രിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ വിൻഡോ ഒന്നിങ്ങനെ നീക്കി വെച്ചതിന് ശേഷം ആ സെല്ലിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ 71 നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ആ സെല്ലിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ആ സെല്ലിൻ്റെ അഡ്രസ്സാണ് ഇവിടെ വരിക, E4. അപ്പോൾ അതിന് ശേഷം നമ്മൾ സെർച്ച് വെക്റ്റർ കൊടുക്കേണ്ടതുണ്ട്. സെർച്ച് വെക്റ്റർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഡിഫൈൻ റേഞ്ചിൽ കൊടുത്ത ആ പേരായിരുന്നു. അവിടെ നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നത് സ്മാൾ ലെറ്റർ E ആണ്. നമ്മൾ E എന്ന് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് റിസൾട്ടിൽ എലിജിബിൾ എന്ന് കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ചെയ്ത ഫംഗ്ഷൻ ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള സെല്ല് ഇതായിരുന്നു, അവിടെ എലിജിബിൾ എന്ന റിസൾട്ട് വന്നിട്ടുണ്ട്. കാരണം ഇത് 60-ന് മുകളിലാണ്. അപ്പോൾ ബാക്കിയുള്ള റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടി നമുക്ക് ഓട്ടോ ഫിൽ ചെയ്യാം. താഴേക്ക് നമ്മൾ ഡ്രാഗ് ചെയ്യുന്നു. അപ്പോൾ എല്ലാത്തിൻ്റെയും റിസൾട്ട് നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഇനി നമുക്ക് 60-ന് മുകളിൽ എലിജിബിൾ ആയവർ മാത്രം മുകളിൽ വരുന്ന രീതിയിൽ പട്ടികയെ ക്രമീകരിക്കണം. നമ്മൾ നേരത്തെ ചെയ്ത ചോദ്യത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മെർജ് ചെയ്ത് വരുമ്പോൾ നമുക്ക് സോർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഐഡിയ എന്ന് പറയുന്നത് എന്താണ്, പെർസെൻറ്റേജിൻ്റെ കോളം അവരോഹണ ക്രമത്തിൽ സോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഹെഡിങ് വരുന്ന കോളം നമ്മൾ മുഴുവനായി സെലക്ട് ചെയ്ത് താൽക്കാലികമായി കട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യുകയാണ്. ഇനി ഈ ഡാറ്റ വരുന്ന ഭാഗം മാത്രം നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഡാറ്റയിലെ സോർട്ട് ഓപ്ഷൻ എടുക്കുന്നു. ഡാറ്റ മെനുവിൽ നിന്ന് സോർട്ട്, ഇവിടെ സോർട്ട് കീ ഏതായിരിക്കും വരുന്നുണ്ടാവുക, നമ്മൾ ഈ വിൻഡോ ഒന്ന് നീക്കി വെക്കുന്നുണ്ട്. ഇതാണ് പെർസെൻറ്റേജിൻ്റെ കോളം E ആണ്. അപ്പോൾ നമ്മളിവിടെ കോളം E എന്ന് സെലക്ട് ചെയ്യുന്നു. ഡിസെൻഡിങ് ഓർഡറാണ് നമുക്ക് വേണ്ടത്, അവരോഹണ ക്രമമാണ്. അപ്പോൾ അതിനുശേഷം ഡിസെൻഡിങ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഓക്കെയിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ഡാറ്റ അപ്പോൾ നമ്മളെ ടാബിൾ എലിജിബിൾ ആയവർ അഥവാ 60% മുകളിൽ വരുന്നവർക്ക് മുകളിൽ വരുന്ന രീതിയിൽ ഡാറ്റ ആയിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ഹെഡിങ് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയതാണ്. അപ്പോൾ ഫസ്റ്റ് സെല്ലിൽ നമ്മൾ വെച്ച് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ടാബിൾ ഹെഡിങ്ങോടുകൂടി പഴയ രൂപത്തിൽ ആയിട്ടുണ്ട്. അതുപോലെ എലിജിബിൾ ആയവർ മുകളിൽ വരുന്ന രീതിയിലുമായിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ചോദ്യത്തിൽ നമുക്ക് ചെയ്യാനുള്ളത്. ഇനി നമുക്കിത് സേവ് ചെയ്യാം. സേവ് ചെയ്യുന്നതിന് വേണ്ടി ഫയൽ മെനുവിൽ സേവ് ആസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ രജിസ്റ്റർ നമ്പർ കൊടുക്കുന്നു. അതിനുശേഷം അണ്ടർസ്കോർ ഇടുന്നു. Q3 എന്ന് നമ്മൾ ചോദ്യത്തിൻ്റെ നമ്പർ കൊടുക്കുന്നു. അതിനുശേഷം ഹോം ഫോൾഡറിൽ നിന്ന് നമ്മൾ DLED പ്രൊഡക്ട്സ് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. സേവിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇത്രയും ചെയ്ത് നമ്മൾ DLED പ്രൊഡക്ട്സിൽ ആ ഫയൽ ലഭ്യമായിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തണം. അതിനുവേണ്ടി മിനിമൈസ് ചെയ്ത് ഹോം ഫോൾഡറിലെ DLED പ്രൊഡക്ട്സ് നമ്മൾ ചെക്ക് ചെയ്യുന്നു. ഇവിടെ ഫയൽ ലഭ്യമാണ്.